ഹലോ എവ്രി വൺ. ഇന്ന് മറ്റൊരു കണ്ടന്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഒഫീഷ്യൽ കണ്ടന്റ് ഒന്നല്ല, തികച്ചും പേഴ്സണലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെയാണ് പാർട്ട് ടൈം കിട്ടിയത്, ഞാൻ എന്ത് പാർട്ട് ടൈമാണ് ഇവിടെ ചെയ്യുന്നത്, എൻ്റെ ഒരു പാർട്ട് ടൈം ജേർണി എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ടീം തറവാടീസ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏജൻസി ത്രൂ ആണ് ഞാനും വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കണം, ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ ഫാമിലീനെ കൊണ്ടുവരണം, അതൊക്കെയായിരുന്നു എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ. സോ എനിക്ക് തോന്നുന്നു ഞാൻ ജൂൺ 27 ന്യൂസിലൻഡിലേക്ക് വന്നത്. സോ വന്ന് കഴിഞ്ഞൊരു 2 ദിവസം നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു ജെറ്റ് ലാഗൊക്കെ മാറി നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങി നമുക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും നമ്മൾ യൂണിയിൽ വരുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ഇവിടെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ പറയുന്ന പാർട്ട് ടൈം കിട്ടാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കും ഒരു ടെൻഷനായി. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനൊരു നെഗറ്റീവ് ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് എപ്പോഴാണ് ഭാഗ്യം വരണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ജൂൺ 1st വീക്കാണ് എനിക്ക് ക്ലാസ് തുടങ്ങിയത്. ആ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്ലാറ്റ്ഫോമുകൾ, അതായത് ഈ SJS, പിന്നെ ട്രേഡ്മീ, seek.com, ഇൻഡീഡ്, ഇതിലൊക്കെ ഒഫീഷ്യലായിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്തു. പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ലാപ്ടോപ്പ് ഓൺ ചെയ്യുന്നു, ഈ പറഞ്ഞ എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. ഏത് ജോലിയാണെന്നോ ഏത് പൊസിഷനാണെന്നോ ഒന്നുമില്ല. ഈവൻ പുല്ല് വെട്ടണ പണിക്ക് വരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ്, അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് ജോബ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്ത് ക്ലീനിങ് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിച്ചൺ റിലേറ്റഡ് ജോബുകൾ, പിന്നെ ഒരുപാട് റീറ്റെയിൽ ജോബുകൾ, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ബൈ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് റിജക്ഷൻ വരും. റിജക്ഷൻ വരുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ് റിജക്ഷൻ വരുന്നത്. കാരണം ഇവിടെ റിജക്ഷൻ മെയിൽ കിട്ടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നിങ്ങളെ ഈ ജോലിയിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിക്ക് ആപ്ലിക്കബിൾ ആണ്, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അധികം പൊസിഷൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ എടുക്കാൻ പറ്റില്ല. ഈ ഒരു റിജക്ഷൻ മെയിലായിരുന്നു കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്തിരുന്ന് ഒരു ജൂലൈ 2nd വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് ഒരു മെസ്സേജ് വരുന്നത്. ഇന്നൊരു റിക്രൂട്ടറിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ഇവിടെ നിന്നാണ്, സോ നിങ്ങൾക്ക് നാളെ ഒന്ന് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ? അപ്പം ഞാൻ ഭാഗ്യം, നമുക്കൊരു സാധനം കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് അവരോട് റെസ്പോണ്ട് ചെയ്തു. നമുക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചോദിച്ചു. അത് കോസ് ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് എക്സാക്ട്ലി ലൈക്ക് KFC ആൻഡ് മെക്ഡൊണാൾഡ്സ്. അപ്പോൾ അവിടെ നമ്മൾ പിറ്റേ ദിവസം, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ, നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്തൊക്കെയാണെന്നൊന്നും അറിയണില്ല. അവിടെ അപ്ലൈ ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് കിച്ചൺ ഹാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയായി, നമ്മൾ കിച്ചൺ ഹാൻഡ് ആയിട്ടാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള രീതിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാരണം അത് റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് അലർജീസ് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് വെയിറ്റ് 25 kg കൂടുതൽ പൊക്കാൻ പറ്റുമോ, കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ചെക്ക് ചെയ്യാൻ പറ്റണതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, അങ്ങനത്തെ റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫസ്റ്റ് അവർ ചോദിച്ചത്. പിന്നെ അവർ ചോദിച്ചത്, ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈവൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഓക്കെ. പിന്നെ അത് ഞാൻ നിന്നിരുന്ന വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 minutes വോക്കുള്ളൂ. അപ്പോൾ അവരെന്നോട് ചോദിച്ചായിരുന്നു, ഇപ്പം ഈവൻ നമ്മൾ രാത്രിയൊക്കെ ഉള്ള ഷിഫ്റ്റാണ്, 1 o'clock അല്ലെങ്കിൽ 2 o'clock എൻഡ് ചെയ്യുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വീട്ടിൽ പോകുന്നു? അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നടന്നു പോകും, ഇവിടെ നിന്ന് ഒരു 10 minute വോക്കുള്ളൂ. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, എങ്ങനെ നടന്നു പോകും, ഇത്രയും ദൂരമാണെങ്കിൽ ഈ സമയമല്ലേ? അപ്പം അത് പ്രശ്നമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അന്ന് ആരും ഇത് പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞ് ഞാനിത് 1-2 പേരോട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്, നടന്ന് പോകുമെന്ന് പറയരുത്, നമുക്ക് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോവും, കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നെ. അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, രാത്രി വൈകിയുള്ള ജോലികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കാറിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡ് ലോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വന്ന് നിങ്ങൾ ഡെയിലി പിക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം ആൻസർ പറയാനായിട്ട്. അത് ആ ഇൻ്റർവ്യൂന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എനിക്ക് റെസ്പോൺസ് ഒന്നും വന്നില്ല. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അത് റിജക്ഷൻ ആയിട്ടുണ്ട്, വേറെ ആർക്കോ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെയും നമ്മൾ വിഷമമായി, കാരണം പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി അടുത്തത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യണു, റിജക്ഷൻസ് വരണം, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ വേറൊരു മെയിൽ വന്നു. ആ മെയിൽ വന്നതും ഒരു പുനീത് ഈറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത് നമ്മുടെ ഹാമിൽട്ടൺ എയർപോർട്ടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഈറ്ററിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് ഡിഷ് വാഷർ ആയിരുന്നു. അപ്പോൾ അതിൽ നാട്ടിൽ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെച്ചായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ റെസ്യൂം കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, സോ ഇന്ന ഡേറ്റിൽ ഒന്ന് ട്രയൽ റൺ ചെയ്യുക, ഈ ഡിഷ് വാഷിംഗ് ജോലി ചെയ്യാനായിട്ട് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയും കൊണ്ട് 8 മണിക്കാന്ന് തോന്നുന്നു ഒരു ടൈം വെച്ചായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊരു ബേക്കറി കൈൻഡ് ഓഫ് സാധനങ്ങൾ. അപ്പോൾ അവിടെ തന്നെയാണ് അവർ എല്ലാ സാധനങ്ങളും ബേക്ക് ചെയ്യുന്നത്, ഈ ബ്രേക്ക്ഫാസ്റ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് 8 മണിയായി, നിങ്ങൾ ടൈം സ്റ്റാർട്ട് ചെയ്തോ, ഇതെങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ, ഇതാണ് ഡിഷ് വാഷ് ചെയ്യേണ്ട പ്ലേറ്റുകൾ, ഇതാണ് വെള്ളം ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങോട്ട് തിരിച്ചാൽ ഹോട്ട് വാട്ടർ, അങ്ങോട്ട് തിരിച്ചാൽ നോർമൽ വാട്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളും ഓക്കെ നമ്മൾ പാത്രം കഴുകാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സോ അവർ സ്റ്റാർട്ടിങ്ങിൽ 2 hours പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. സോ അവർ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആകെ എക്സ്പീരിയൻസ് ഉള്ളത് വീട്ടിൽ പാത്രം കഴുകിയിട്ടുള്ളതാണ്. അത് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമേ നമ്മൾ കഴുകണുള്ളൂ. ഈ ബേക്കറി എന്ന് പറയുമ്പോൾ ഫുള്ള് ഓയിലി ആയിട്ടുള്ള ഗീ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിങ്ങനെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പാത്രങ്ങളിലൊക്കെ അതിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഡിഫിക്കൽട്ട് നമുക്ക് കഴുകാനായിട്ട്. എന്നാലും നമുക്ക് ആ സമയത്ത് നമുക്ക് ജോലി വേണമല്ലോ, എങ്ങനെയെങ്കിലും ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഫാസ്റ്റായിരിക്കും. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഡിഷ് വാഷറിൻ്റെ സോപ്പ് ഓയിലൊക്കെ അവർ നമുക്ക് കാണിച്ചു തന്നായിരുന്നു, ഇതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം. പിന്നെ നമ്മൾ ഹോട്ട് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഡിഷ് വാഷിങ്ങിൻ്റെ മെഷീനുണ്ട്, ആ മെഷീനിൽ വെച്ചിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത്രയായിരുന്നു പ്രൊസീജിയർ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 40 minutes കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നമ്മളിനി ടീയോ കോഫി എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം, ബാക്കി നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു, കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫാസ്റ്റ് ഫേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് സംസാരിച്ച് വീഴ്ത്താൻ പറ്റുന്ന കേസാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ഡിഷ് വാഷിംഗ് ജോബ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഫെയിലായി. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി വിഷമമായി, കാരണം രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ്, അതും ഫെയിലായി. പിന്നെ ഒരു 1 week ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോള് വന്നത്, ഈ മെക്ഡൊണാൾഡ്സിൽ നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടൊരു റോളിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. പക്ഷേ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത ആ ഡേറ്റിൻ്റെ മോർണിംഗ് അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ട വന്നില്ല. പിന്നെ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരെണ്ണം വന്നത് വൂൾവർത്ത്, അത് നമ്മുടെ കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്, അവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഓൺ ട്രാൻസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാരണം അവരും പറഞ്ഞായിരുന്നു. നമ്മൾ അത് പറ്റത്തില്ല, എന്തായാലും നമുക്ക് വണ്ടി വേണം, കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അത് നൈറ്റ് ഫിൽ എന്ന് പറഞ്ഞൊരു റോളായിരുന്നു. അപ്പോൾ അതും റിജക്റ്റ് ആയി. പിന്നെ നമ്മൾ ശരിക്കും ടെൻഷനായി, കാരണം അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻസ് വരണു, ഇൻ്റർവ്യൂ വരെ എത്തണു, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോയി. അപ്ലൈ ചെയ്യുന്നതോറും നമുക്ക് റിജക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാ ഇവിടെ വന്നത്, എങ്ങനെ നമുക്ക് പാർട്ട് ടൈം പോലും കിട്ടണില്ലല്ലോ, നമുക്കൊരു ഒരു ഡിപ്രഷൻ, ഒരു ഡിപ്രസ്ഡ് ആയി പോവും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ധൈര്യം വേണം, ഇനി അപ്ലൈ ചെയ്യണം, ഇനിയും അപ്ലൈ ചെയ്തണം, ഒരുപാട് അപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ആവുള്ളൂ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരണം.
പിന്നെ കുറേ നാട്ടിലേക്ക് ഞാൻ അധികം അപ്ലൈ ചെയ്തില്ല, കാരണം ഈ ഒരു മെൻ്റൽ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഈ കരച്ചിലും ബഹളമായിരുന്നു, ഒന്നും ശരിയാവണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്തോ നമ്മുടെ സമയമായിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ എൻഡിൽ എനിക്കൊരു ഇതുപോലൊരു കോള് വന്നു, വെയർ ഹൗസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തു നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവരൊരു കാഷ്വൽ ടീം മെമ്പറെ നോക്കുന്നുണ്ട് വെക്കേഷൻ ടൈമിൽ ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത്, അപ്പോൾ അതിന് റെസ്പോൺസ് കോള് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഇന്ന 12 o'clock ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോണിക്ക്, ഇവിടുന്ന് കോള് വരും, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് കോൾ വന്നു. അപ്പോൾ അവർ കോളിൽ നോർമലായിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു റോള് ചൂസ് ചെയ്തത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ മെയിൽ തന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയി, സെക്കൻഡ് റൗണ്ടിന് നിങ്ങൾ ഒഫീഷ്യലി ഇവിടേക്ക് വരണം, നമ്മുടെ സ്റ്റോറിലോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 days കഴിഞ്ഞപ്പോൾ സ്റ്റോറിലോട്ട് ഇൻ്റർവ്യൂവിന് പോയി. അവിടെ നമുക്ക് 2 പേരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഇൻ്റർവ്യൂ, കാരണം അവരിങ്ങനെ സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചോദിച്ച്, നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, കസ്റ്റമേഴ്സ് റിലേറ്റഡ് ആണ്, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജോബായിരുന്നു. അപ്പോൾ അതൊരു കോൺട്രാക്ട് ബേസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെയായിരുന്നു കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കൊന്നും കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് 3 മാസം വരെ നമുക്ക് കിട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അങ്ങനെ 3 months അവിടെ വർക്ക് ചെയ്തു. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ നമ്മുടെ നാട്ടിലെ ലുലു ഹൈപ്പർ മാർട്ടൊക്കെ പോലെ അത്യാവശ്യം വലിയ ഒരു സ്റ്റോറാണ്. ഈ വെജിറ്റബിൾസ്, ഈ പറഞ്ഞ ക്ലോത്ത്സ്, പിന്നെ എല്ലാം നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ടും വർക്ക് ചെയ്യുന്ന ചെക്കൗട്ട് ഉണ്ട്, ഫ്രണ്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ബില്ലടിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിൽക്കാം, അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം നമുക്ക് ഹെഡ് ടു ടോയ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ക്ലോത്തിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ക്വറി അഡ്രസ്സ് ചെയ്യാനും തുണി ഫോൾഡ് ചെയ്യാനും പുതിയ സ്റ്റോക്കുകളൊക്കെ ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ പാർട്ട് ടൈം കിട്ടിയൊരു ജേണി. ഇനി ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വരണ എല്ലാവരോടും കൂടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം കിട്ടും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം റിയാലിറ്റി അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ പാർട്ട് ടൈം കിട്ടാൻ ഇത്ര പാടുണ്ടോ, ഇത്രയും കഷ്ടപ്പാടാണോ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എന്തിനാണ് നമ്മളിങ്ങനെ ഇത്രയും കഷ്ടപ്പാടെടുത്ത് ഇങ്ങോട്ട് വരുന്നത്, ഒന്നും ഇവിടെ സെറ്റ് ആവണില്ലല്ലോ എന്നൊരു ഡിപ്രഷൻ മൂഡിലോട്ട് പോകും. അത് ആസ് യൂഷ്വൽ എല്ലാ മനുഷ്യരും ആ ഒരു ലെവലിലേക്ക് പോകും. പക്ഷെ നമ്മൾ അപ്പോഴും ഓർക്കണം, ഏതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ക്ലിക്ക് ആവുന്നുള്ളൊരു തോട്ടോടു കൂടി എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റ് ടൈമിൽ തമ്പുരാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരിക്കലും ഒരു അയ്യോ എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് പോകരുത്. കീപ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഡെഫിനറ്റായിട്ടും ഒരു ദിവസം നമുക്ക് സെറ്റ് ആവാൻ പറ്റും. നമ്മൾ പാർട്ട് ടൈം ഒക്കെ അന്വേഷിച്ച് തുടങ്ങുന്നേക്കാളും മുമ്പ് നമ്മുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഏത് കൈൻഡ് ഓഫ് ജോബ് അപ്ലൈ ചെയ്ത് ഏത് പൊസിഷനിൽ കയറിയാലും ആ ജോബിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കാം ഇങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ പാടില്ല. ഏത് പണിയും ഏത് ലെവലിലുള്ള പണിയും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തോടെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതോടുകൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന പണികൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് പണികളുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി വരണം. ഇവിടെ വരുമ്പോൾ ഏത് പണി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോടെ വന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് പണികൾ പുറത്തുനിന്ന് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ റിയാലിറ്റി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളും ആ സ്ട്രെസ്സും എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതാണ് എൻ്റെ പാർട്ട് ടൈം ജേർണി എന്ന് പറയുന്നത്. ഞാൻ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഒഫീഷ്യലി ഒരു ജോലി. അപ്പോൾ അത്രയും ഒരു 2-3 months വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം നമുക്ക് ഈ പറഞ്ഞോണം ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത ഒരു ഡേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ പാർട്ട് ടൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടാണ്
ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. പക്ഷേ എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഒരു ട്രസ്റ്റും ദൈവത്തിലുള്ളൊരു ട്രസ്റ്റും വിടാണ്ടിരിക്കുക. വൺ ഡേ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ലേറ്റ് ആവുന്തോറും നല്ല കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് വരുമെന്നല്ലേ പറയണത്. അപ്പോൾ അതുപോലെ ലേറ്റ് ആവുന്തോറും നല്ല നല്ല ജോലികളും നല്ല നല്ല പാർട്ട് ടൈമും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.